മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ ഡയറക്ടറായ ചിദംബരത്തിൻ്റെ അടുത്ത പടമാണ് ബാലൻ. സിനിമയുടെ റിലീസ് ഡേറ്റും ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്കും ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ വർഷം ജൂൺ 19-നാണ് സിനിമയുടെ റിലീസ്. അതുപോലെ പാൻ ഇന്ത്യൻ ഭാഷകളിലും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ട്. ആവേശം സിനിമയുടെ ഡയറക്ടറായ ജിത്തു മാധവനാണ് ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. സൂര്യയുടെ കറുപ്പ് സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. കിടിലൻ ട്രെയിലറാണ്. RJB ആണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അതായത് RJ ബാലാജി. തൃഷയാണ് സിനിമയിൽ നായികയാവുന്നത്. ഈ ഒരു ട്രെയിലറിൽ തന്നെ സായബങ്കറിൻ്റെ കിടിലൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് കാണാൻ പറ്റുന്നത്. ഈ വരുന്ന 14-ാം തീയതിയാണ് സിനിമയുടെ റിലീസ്. സൂര്യ കറുപ്പുസ്വാമി എന്ന ഗോഡായിട്ടാണ് ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. രൂപേഷ് പീതാംബരൻ അടുത്തതായിട്ട് സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമയുടെ ടൈറ്റിലും ഫസ്റ്റ് ലുക്കും വന്നിട്ടുണ്ട്. ഭാസ്കര ഭരണം എന്നാണ് സിനിമയുടെ പേര്. ഈ വർഷം ജൂൺ മാസത്തിൽ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. അതുപോലെ രൂപേഷ് പീതാംബരൻ തന്നെയാണ് ഈ ഒരു സിനിമയിൽ മെയിൻ റോളിലെത്തുന്നത്. അതിരടി സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ നാളെ വൈകിട്ട് 5 മണിക്ക് പുറത്തു വരും. അതുപോലെ സിനിമയുടെ പെയ്ഡ് പ്രീമിയേഴ്സ് കേരളത്തിൽ ഏകദേശം 100ഓളം സ്ക്രീനുകളിൽ സ്ക്രീനിങ് ചെയ്യുന്നുണ്ട്. മെയ് 14-നാണ് സിനിമയുടെ റിലീസ്. സിനിമയുടെ റിലീസിൻ്റെ തലേ ദിവസമായിരിക്കും ഈ ഒരു പെയ്ഡ് പ്രീമിയറൊക്കെ നടക്കുന്നത്. മാട്രിക്സിൻ്റെ ദി ബാറ്റ്മാൻ പാർട്ട് 2 സിനിമയെ പറ്റി കിടിലൻ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ വരുന്നത്. ബാറ്റ് മൊബൈലിൽ ചിത്രീകരിക്കുന്ന സീനിൻ്റെ പിക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇത്തവണ ഒരു ബ്ലഡി ബാറ്റ്മാൻ ആയിരിക്കും നമ്മൾ ഈ ഒരു സിനിമയിൽ കാണാൻ പോകുന്നത്. കാരണം മഞ്ഞിൽ ബാറ്റ് മൊബൈൽ പോകുന്നതിൻ്റെ ഒരു ചിത്രം കൂടി വന്നിട്ടുണ്ട്. സ്നോയിലുള്ള ബാറ്റ് മൊബൈലിൻ്റെ ഈ ഒരു പിക്ക് വന്നപ്പോൾ തന്നെ റോബർട്ട് പാറ്റേഴ്സിൻ്റെ ബാറ്റ്മാൻ്റെ ഒരു സ്നോ ഫൈറ്റ് ഈ ഒരു സിനിമയിൽ കാണാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ. എന്തായാലും ടൂ ഫേസും ജോക്കർ പോലുള്ള വില്ലന്മാർ ഈ ഒരു സിനിമയിൽ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ദി ബാറ്റ്മാൻ പാർട്ട് 2 സിനിമയിൽ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം.